ബ്രെക്സിറ്റിന്റെ ആഘാതം ബ്രിട്ടന്റെ സാമ്പത്തിക രംഗത്തെ മോശമായി ബാധിക്കുന്നു. നിയമക്കുരുക്കുകൾ കാരണം യൂറോപ്യൻ യൂണിയനുകളിലേക്കുള്ള കയറ്റുമതി ചെറിയ കയറ്റുമതിക്കാർ നിർത്തിവെച്ചുവെന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ റിപ്പോർട്ട്. പേജർ സ്ഫോടനങ്ങളിൽ നടുങ്ങി ലെബനോൻ. പരിക്കേറ്റ 200-ലധികം പേരുടെ നില ഗുരുതരം. ശക്തമായ തിരിച്ചടിയെന്ന് ഹിസ്ബുല്ല. ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി അമേരിക്കയിലേക്ക്. കൂടിക്കാഴ്ച നടത്തുമെന്ന് ട്രംപ്. ഓൾ ഗുഡ് ഹിയർ. പിന്നാലെ ഛിന്ന ഭിന്നമായി പൊട്ടിത്തെറി. ടൈറ്റൻ പേടകം പൊട്ടിത്തെറിച്ചതിങ്ങനെ. ആദ്യ ചിത്രം പുറത്ത്. ദില്ലിയിൽ സർക്കാർ രൂപീകരണ ചർച്ചകളുമായി ആം ആദ്മി പാർട്ടി. മുഖ്യമന്ത്രിയായി അതിഷിയുടെ സത്യപ്രതിജ്ഞ ഉടൻ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കും. ജനസംഖ്യ കണക്കെടുപ്പിനുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെന്ന് അമിത്ഷാ. പൾസർ സുനിക്ക് ജാമ്യം കിട്ടാൻ കാരണം വിചാരണ നീണ്ടുപോയത്. ഇങ്ങനെ പോയാൽ ജുഡീഷ്യറിയിലുള്ള വിശ്വാസ്യതയിൽ ഭംഗം വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ.